ഹലോ എവരിവൺ, വെൽക്കം ടു AZB അക്കാഡമി. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഹോട്ട് ടോപ്പിക്സുകളാണ്. അതായത് വേറൊന്നുമല്ല, നമ്മളുടെ PSC എക്സാംസിന് നിരന്തരമായിട്ട് ചോദിക്കുന്ന കുറച്ച് ഏരിയാസ് ഉണ്ട്. അതായത് നമ്മൾ ഭരണഘടന പരിശോധിച്ച് കഴിഞ്ഞാൽ അറിയാലോ, കടലാണ് ഭരണഘടന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലേ. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ഫിൽറ്റർ ചെയ്തിട്ട് നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ നമുക്ക് അറിയാം. അപ്പോൾ അത് അറിഞ്ഞു വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പം PSC ഏതെങ്കിലും എക്സാം സിലബസ് പ്രകാരം ചിലപ്പോൾ ഒരു 5 മാർക്കാണ് ഭരണഘടനയ്ക്ക് ചോദിക്കുന്നതെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു 4 മാർക്ക് വരെ നമുക്ക് അടിക്കാൻ പറ്റും. എങ്ങനെ? നിരന്തരമായിട്ട് ചോദിക്കുന്ന മേഖലകൾ നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ അല്ലേ. അപ്പോൾ ഏതൊക്കെയാണ് നിരന്തരമായിട്ട് ചോദിക്കുന്ന ഏരിയാസ് അല്ലേ, മുൻവർഷ ചോദ്യങ്ങൾ പരിശോധിച്ചതിന് ശേഷം നമുക്ക് കുറേ ടോപ്പിക്സുകൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഈ മേഖലയിൽ നിന്ന് നിരന്തരമായിട്ട് എന്ത് വരുന്നുണ്ട്, ചോദ്യങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ഏതൊക്കെയാണ് ടോപ്പിക്സുകൾ, അതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. കാര്യം എന്താ, ഇനി വരുന്ന അപ്കമിങ് PSC എക്സാംസിന് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. പ്രത്യേകിച്ച് VFA പോലുള്ള എക്സാംസിന് ഈ ഏരിയാസ് നിങ്ങൾ എന്ത് ചെയ്യുക, പ്രോപ്പറായിട്ട് ഭരണഘടന പഠിക്കുന്ന സമയത്ത് എന്ത് ചെയ്യുക, കവർ ചെയ്തിട്ട് പോവുക. അപ്പോൾ ഏതൊക്കെയാണ് ടോപ്പിക്സുകൾ? ഒന്ന്, മൗലിക അവകാശങ്ങൾ. എല്ലാ ആൾക്കാർക്കും ഞാൻ പറയാതെ തന്നെ അറിയാം അല്ലേ. മൗലിക അവകാശങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഭാഗം 3 മൗലിക അവകാശങ്ങളെ കുറിച്ച് പറയുന്നത്. പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട് ഈ ഒരു ആശയം കടമെടുത്തത് അമേരിക്കൻ ഭരണഘടന അല്ലേ. പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട് അറിയേണ്ട കുറച്ച് പ്രധാനപ്പെട്ട ആർട്ടിക്കിളുണ്ട്. ആർട്ടിക്കിൾ എന്തെന്നുള്ള കാര്യം ഞാൻ പറയുന്നില്ല. കാര്യം അതൊക്കെ നമ്മൾ ഓരോ PVQ സീരീസുകൾ നമ്മുടെ യൂട്യൂബിൽ റൺ ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾ എന്ത് ചെയ്യുക, പ്രോപ്പറായിട്ട് എന്ത് ചെയ്യുക, ഫോളോ അപ്പ് ചെയ്ത് പോവുക. അതിൽ ഓരോ ആർട്ടിക്കിളിൻ്റെയും PVQ ക്വസ്റ്റ്യൻസും അതേപോലെ അതുമായിട്ട് ബന്ധപ്പെട്ട് അറിയേണ്ട ഫാക്റ്റുകളും പറഞ്ഞു പോകുന്നുണ്ട്. അത് നിങ്ങൾ നോക്കുക. അപ്പോൾ ഇവിടെ ആർട്ടിക്കിളിൻ്റെ പേര് മാത്രം ഞാൻ പറഞ്ഞു പോകാം. 14, 19, 21, 32 ഈ ആർട്ടിക്കിളുകളെല്ലാം നമുക്ക് എന്താണ്, എക്സാമിന് ഇമ്പോർട്ടൻ്റ് ആണ്, എപ്പോഴും ചോദിക്കുന്നതാണ്. ബാക്കിയുള്ള ആർട്ടിക്കിൾ പഠിക്കേണ്ടെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ ഈ പറയുന്ന ആർട്ടിക്കിൾസിന് എന്ത് കൊടുത്തോണം, ഒരു പ്രാധാന്യം കൊടുത്തോണം. പിന്നെന്താ, റിട്ടുകളാണ് ഇവിടെ പറയുന്നത്. വേറെ അർത്ഥത്തിൽ 32 പ്രകാരം സുപ്രീം കോടതിക്ക് റിട്ടുകൾ പുറപ്പെടുവിക്കാൻ സാധിക്കും. പിന്നെ 226 പ്രകാരം ഹൈക്കോടതികൾക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, റിട്ടുകൾ പുറപ്പെടുവിക്കാൻ സാധിക്കുന്നുണ്ട്. ഇനി പൊതു ലിസ്റ്റ് അല്ലെങ്കിൽ സംയുക്ത പട്ടിക, അതായത് പട്ടികകളുണ്ട്, ലിസ്റ്റുകൾ, ഇപ്പോൾ കൺകറർ ലിസ്റ്റുകൾ, സ്റ്റേറ്റ് ലിസ്റ്റുകൾ. അപ്പം അത് ഏത് ഷെഡ്യൂളിലാണ് വരുന്നതെന്ന് ചോദിക്കാം, 7ാമത്തെ ഷെഡ്യൂൾ. അപ്പോൾ അത് നോക്കിയിട്ട് വേണം പോകാനായിട്ട് ചോദിക്കാം. ഇനി പൗരത്വം നമുക്ക് എവിടെ കാണാൻ സാധിക്കുന്നത്, ചോദ്യം വരുന്നുണ്ട്. വളരെ ബേസിക്കായുള്ള ചോദ്യം ചോദിക്കുന്നത് പൗരത്വം ഏത് ഭാഗത്താണെന്ന് ചോദിക്കാം. പ്രസ്താവന രൂപയാണ് ഭാഗം 2 പൗരത്വത്തെക്കുറിച്ച് പറയുന്നത്. മനസ്സിലായാലോ. ഇനി ആമുഖത്തെക്കുറിച്ച് ഞാൻ പറയാൻ നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ. ആമുഖത്തിൽ നിന്ന് നിരന്തരം ചോദിക്കുന്ന ചോദ്യം എന്തായിരിക്കും, 42ാം ഭേദഗതി പ്രകാരം, ഇതാണ് ക്ലീശ ചോദ്യമാണ് അല്ലെ. 42ാം ഭേദഗതി പ്രകാരം ഏതൊക്കെ വാക്കുകളാണ് നമ്മൾ ആമുഖത്തിലേക്ക് ആഡ് ചെയ്തത്, എന്താ സെക്യുലർ പോലുള്ള വാക്കുകളൊക്കെ ഇല്ലേ. അപ്പോൾ അത് നോക്കിയിട്ട് വേണം പോകാനായിട്ട്. അത് ചോദിക്കാം, VFA എക്സാമിനൊക്കെ ചോദിക്കാം. പിന്നെന്താ, ഭരണഘടനയുടെ മാർഗനിർദ്ദേശക തത്വങ്ങൾ, അതായത് നമ്മുടെ മൗലിക അവകാശങ്ങൾക്ക് എത്ര പ്രാധാന്യം കൊടുക്കുന്നുണ്ടോ അതേപോലെ തന്നെ എന്തിനും പ്രാധാന്യം കൊടുത്തോണം, ഈ ഭരണഘടനയുടെ മാർഗനിർദ്ദേശക തത്വങ്ങൾ അല്ലെങ്കിൽ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി എവിടെ കാണാൻ സാധിക്കുന്നത്, ഭാഗം 4 അല്ലെ. ഭാഗം 4 എന്ത് കാണാൻ സാധിക്കുന്നത്, ഈ പറയുന്ന നിർദ്ദേശക തത്വങ്ങൾ കാണാൻ സാധിക്കുന്നത് അല്ലേ. അപ്പോൾ ചെറിയ വ്യത്യാസമുണ്ട്. മൗലിക അവകാശങ്ങൾ എന്ന് പറയുമ്പോൾ എന്താ, ജസ്റ്റിസബിൾ ആണ്. ഈ പറയുന്ന DPSP ആണെങ്കിലോ നോൺ ജസ്റ്റിസബിൾ ആണ് അല്ലെ. മൗലിക അവകാശങ്ങൾ ന്യായീകരിക്കാൻ പറ്റുന്നവയാണ്, ഇത് പറ്റത്തില്ല അല്ലെ. പിന്നെ ഒരു കാര്യം കൂടിയുണ്ട്, വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ നമ്മളെന്താ പറയുക, നമ്മൾ PVQ സീരീസിൽ പറയുന്ന പോലെ മൗലിക അവകാശങ്ങൾ എന്ന് പറയുമ്പോൾ എന്താ, കോടതി രൂപേണ നമുക്ക് തിരിച്ചു പിടിക്കാൻ പറ്റുന്ന അവകാശങ്ങൾ എന്തെന്ന് പറയുന്നത് ഈ പറയുന്ന മൗലിക അവകാശങ്ങൾ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ആ ഒരു കാര്യം എന്ത് ചെയ്യുക, അങ്ങനെ നോട്ട് ചെയ്യുക. പിന്നെ ഭേദഗതികൾ അല്ലേ, കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റുകൾ. അപ്പോൾ 42ാം ഭേദഗതി ഞാൻ പറയുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ PVQസിൽ നിരന്തരം കാണുന്ന ചോദ്യങ്ങളുണ്ട്. 44ാം ഭേദഗതി, 86ാം ഭേദഗതി അല്ലെ. ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് ചോദ്യങ്ങൾ VFAക്കൊക്കെ ചോദിച്ച് ഒരുപാട് ചോദ്യങ്ങൾ കവർ ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾ കാണുമ്പം ആ ഒരു ക്വസ്റ്റ്യൻ എങ്ങനെ ചോദിക്കുന്നുണ്ട്, അതുമായിട്ട് ബന്ധപ്പെട്ട എന്തൊക്കെ ഫാക്ട് നോക്കണമെന്നും ഞാൻ അവിടെ പറയുന്നുണ്ട്. അത് നിങ്ങൾ എന്ത് ചെയ്യുക, പ്രോപ്പറായിട്ട് റിവിഷൻ ചെയ്യുക. അത് തന്നെ എന്തായിരിക്കും, നിങ്ങൾക്ക് മോർ ദാൻ സഫീഷ്യൻ്റ് ആയിരിക്കും ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ സോൾവ് ചെയ്യാനായിട്ട്. അപ്പോൾ 44ാമത്തെ ഭേദഗതി അറിയാലോ, സ്വത്തവകാശം. 86ാം ഭേദഗതി എന്താ, വിദ്യാഭ്യാസം, എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട ഭേദഗതിയാണ് അല്ലേ. 21A നമ്മൾ മൗലിക അവകാശങ്ങൾ ആഡ് ചെയ്തതാണ് അല്ലേ. ജസ്റ്റ് ഇങ്ങനെ പോയിന്റ് പറഞ്ഞു പോകുന്നേ ഉള്ളൂ. കാര്യം ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്, കാര്യം ഇതൊക്കെ തന്നെ ചോദിക്കുന്നത്. അപ്പോൾ അവസാന നിമിഷം നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ വരാൻ പാടില്ല. അപ്പോൾ ആദ്യമേ അവസാനം പഠിക്കുമ്പം ആദ്യം മുതലേ ഭരണഘടന ഇത് പഠിക്കേണ്ട കാര്യമില്ല. ഇങ്ങനെ ഈ സാധനങ്ങൾ മാത്രം ഒന്ന് കണ്ണോടിച്ച് വിട്ടാൽ മതി. ഈ പറയുന്ന ആർട്ടിക്കിളുകളും ഈ പറയുന്ന ടോപ്പിക്കുകളും മാത്രം നോക്കിയിട്ട് നിങ്ങൾ എന്ത് ചെയ്താൽ മതി, പരീക്ഷയ്ക്ക് കയറിയാൽ മതി. അപ്പോൾ ഒരാഴ്ച മുമ്പ് നിങ്ങൾ റിവിഷൻ പ്ലാൻ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ സ്മാർട്ടായിട്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യാനായിട്ട്, റിവിഷൻ പ്ലാൻ ചെയ്യാനായിട്ട്. അപ്പം അങ്ങനെ വേണം നിങ്ങൾ എന്ത് ചെയ്യാനായിട്ട്, ചെയ്തു പോകാനായിട്ട്. ക്ലിയർ ആണല്ലോ.
പിന്നീട് ഭരണഘടനയുടെ നിർമ്മാണം. എങ്ങനെയാണ് ഭരണഘടനയുടെ നിർമ്മാണം, അതിൽ എന്തൊക്കെ കാര്യങ്ങളുണ്ട്, അല്ലെങ്കിൽ ഭരണഘടന കടമെടുത്ത പ്രധാന ആശയങ്ങൾ എന്തൊക്കെയാണ്. ഞാൻ പറഞ്ഞ മൗലിക അവകാശങ്ങൾ എവിടുന്ന് കടമെടുത്തു, അമേരിക്കൻ ഭരണഘടന അല്ലെ. അതേപോലെ തന്നെ നിർദ്ദേശ തത്വങ്ങൾ എവിടുന്ന് കടമെടുത്തത്, അയർലൻഡ് അല്ലെ. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതൊക്കെ നോട്ട് ചെയ്യുക. പിന്നെ എന്താ, ഭരണഘടന നിർമ്മാണ സഭ അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി അല്ലെ. ഇവിടെ ഞാൻ രണ്ട് ആൾക്കാരെ കുറിച്ച് എടുത്ത് പറയാം. ഒന്ന് വേറെ ആരുമല്ല, അംബേദ്കറും പിന്നെ നമ്മുടെ ആദ്യത്തെ രാഷ്ട്രപതിയായിട്ടുള്ള രാജേന്ദ്ര പ്രസാദും. കാര്യം ഇവരുമായിട്ട് ബന്ധപ്പെട്ട് ഭരണഘടനാ നിർമ്മാണ സഭയിൽ എന്ത് കാര്യം പഠിച്ചാലും അത് നോട്ട് ചെയ്ത് വെച്ചോണം, പരീക്ഷയ്ക്ക് എപ്പോഴും ചോദിക്കും. അപ്പോൾ അംബേദ്കറും എല്ലാം നോക്കണം, പക്ഷേ നിരന്തരമായിട്ട് PSC ചോദിക്കുന്ന രണ്ട് ആൾക്കാരാണ്. എന്താ, ഒരുപാട് തവണ ചോദിച്ചത്, ഒരുപാട് തവണ. ഏതാണ് ഈ പറയുന്ന അംബേദ്കറിനെ കുറിച്ചിട്ടും അതേപോലെ രാജേന്ദ്ര പ്രസാദിനെ കുറിച്ചിട്ടും ഭരണഘടനാ നിർമ്മാണ സഭയിൽ നിങ്ങൾ എന്തൊക്കെ പോയിന്റുകൾ പഠിക്കുന്നുണ്ടെങ്കിലും അത് എന്ത് ചെയ്ത് വെച്ചോണം, നോട്ട് ചെയ്ത് വെച്ചോണം. അത് ഇമ്പോർട്ടൻ്റ് ആണ്. എന്ത് ചെയ്യാം, പരീക്ഷയ്ക്ക് ചോദിക്കാൻ നല്ല സാധ്യതയുണ്ട്. അങ്ങനെ തന്നെ എന്ത് ചെയ്ത് വെച്ചോണം, അറിഞ്ഞു വെച്ചോണം. ഇനി എമർജൻസി, അടിയന്തരാവസ്ഥ പെട്ടെന്ന് അറിഞ്ഞു വെച്ചോണം. 352 ആണല്ലേ, 352. അതായത് എപ്പോഴും ചോദിക്കുന്ന ആർട്ടിക്കിളാണ്. ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് 10th പ്രിലിംസിന് 352 ബന്ധപ്പെട്ട ചോദ്യം ഉണ്ടായിരുന്നു അല്ലേ. അപ്പോൾ നമ്മൾ PPQ സീരീസിൽ പറയുകയും ചെയ്യുമായിരുന്നു 352 ഈ വട്ടം ഒരു ഹോട്ട് ടോപ്പിക്കാണ്, ചോദ്യം വരുമെന്ന്. അപ്പോൾ 10th പ്രിലിംസിന് വന്നു. അതേപോലെ VFയ്ക്കും എന്ത് വരാം, ഈ പറയുന്ന 352 ബന്ധപ്പെട്ട് ചോദ്യങ്ങൾ വരാം. ഒന്നുമില്ല, രാഷ്ട്രപതിക്ക് എന്ത് ചെയ്യാൻ വരുന്നുണ്ട്, ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാൻ കഴിയുന്ന ഒരു അനുച്ഛേദമാണെന്ന് പറയുന്നത് 352 അല്ലെ. അപ്പൊ ഇത് പ്രകാരം ഒന്നെങ്കിൽ ഇന്ത്യയിൽ മൊത്തത്തിൽ രാഷ്ട്രപതിക്ക് ഈ പറയുന്ന ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കും, അല്ലെങ്കിൽ ഇന്ത്യയുടെ കുറച്ച് ഭാഗത്ത് എന്ത് ചെയ്യാൻ പറ്റും, ഈ പറയുന്ന ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാൻ സാധിക്കും. ഇനി അടുത്ത എന്താ, പാർട്ട് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെ. കോൺസ്റ്റിറ്റ്യൂഷന്റെ പ്രധാന ഭാഗങ്ങൾ അറിയുമ്പം പ്രധാനമായിട്ട് അറിയേണ്ട ഭാഗങ്ങൾ ഓൾറെഡി നമ്മൾ പറഞ്ഞു. ഭാഗം 3 അറിയണം, ഭാഗം 4 അറിയണം, ഭാഗം 4A, പിന്നെ ഭാഗം 9, ഭാഗം 9A. എന്താ ഇപ്പം 3, 4, 4A നമുക്കറിയാം. എന്താ, 3 മൗലിക അവകാശങ്ങൾ, 4 നിർദ്ദേശ തത്വങ്ങൾ, 4A മൗലിക കടമകൾ, 9 എന്ന് പറഞ്ഞാൽ പഞ്ചായത്താണ്. നോട്ട് ചെയ്ത് വെച്ചോണം, ചോദിക്കാറുണ്ട്. 9A എന്ന് പറഞ്ഞാൽ എന്താ, മുനിസിപ്പാലിറ്റിയാണ്. എപ്പോഴും അറിഞ്ഞോണം, ഇത് ട്രിക്കാണ്. പഞ്ചായത്ത് എവിടെയുണ്ടോ അതിന് തൊട്ടടുത്ത് തന്നെ ആരുണ്ടായിരിക്കും, മുനിസിപ്പാലിറ്റി ഉണ്ടായിരിക്കും. പഞ്ചായത്ത് 9 ഉണ്ടോ, 9A മുനിസിപ്പാലിറ്റി ഉണ്ട്. ഇതേപോലെ ഭേദഗതി നോക്കിയാൽ 73ാം ഭേദഗതി പഞ്ചായത്താണെങ്കിൽ 74ാം ഭേദഗതി എന്താണ്, മുനിസിപ്പാലിറ്റിയാണ്. ഇനി പട്ടികകൾ പരിശോധിച്ചാലോ, ഷെഡ്യൂൾ നോക്കിയാലോ, 11ാമത്തെ ഷെഡ്യൂൾ പഞ്ചായത്താണെങ്കിൽ 12ാമത്തെ എന്താണ്, മുനിസിപ്പാലിറ്റിയാണ്. അപ്പം അങ്ങനെ കണക്ട് ചെയ്ത് പഠിച്ചോണം. അപ്പോൾ ഇങ്ങനെ മനസ്സിലായാലോ, 9, 9A പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി, 73, 74A പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി, 11, 12A ഷെഡ്യൂളുകളാണ് പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി. ക്ലിയർ ആണല്ലോ, അത് ചോദ്യം വരാം. അതാണ് ഷെഡ്യൂൾസുമായിട്ട് ബന്ധപ്പെട്ട് നോക്കേണ്ട കാര്യങ്ങൾ. അപ്പോൾ ഷെഡ്യൂൾസുമായിട്ട് ബന്ധപ്പെട്ട് പിന്നെ നമുക്ക് അറിയേണ്ട കാര്യം, 4ാമത്തെ ഷെഡ്യൂൾ ചോദിക്കാം. 11, 12 പറഞ്ഞല്ലോ. 4ാമത്തെ ഷെഡ്യൂൾ എന്ന് പറഞ്ഞാൽ രാജ്യസഭയിലേക്ക് സീറ്റുകൾ അലോക്കേഷൻ ചെയ്യുന്ന പ്രക്രിയ, അതാണ് 4ാമത്തെ ഷെഡ്യൂൾ. അപ്പോൾ അത് എപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്, നോട്ട് ചെയ്ത് വെച്ചോണം. പിന്നീട് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി നമ്മൾ പറഞ്ഞല്ലോ, അതുമായിട്ട് ബന്ധപ്പെട്ട അംബേദ്കറുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ചോദിക്കാം. ഇനി പോക്കറ്റ് വിറ്റോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല, രാഷ്ട്രപതിക്കുള്ള ഒരു അധികാരമാണ്. അതായത് ഒരു ബില്ല് പാസ്സായിട്ട് വന്നു കഴിഞ്ഞാൽ രാഷ്ട്രപതിക്ക് അത് സൈൻ ചെയ്യാതിരിക്കാം, അല്ലെങ്കിൽ തിരിച്ചയക്കാം. ഈ അധികാരങ്ങളെ പറയുന്ന പേരാണ് പോക്കറ്റ് വിറ്റോ എന്ന് പറയുന്നത്. പോക്കറ്റ് വിറ്റോ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല. അപ്പം വീറ്റോ എന്ന് പറഞ്ഞാൽ വീറ്റോ അധികാരങ്ങൾ പറഞ്ഞതാണ്. ഇനി പോക്കറ്റ് വിറ്റോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല, ആ ബില്ലെടുത്തിട്ട് എന്ത് ചെയ്യാം, ആ ബില്ലെടുത്ത് നമ്മുടെ കൈ വെച്ചിരിക്കുക. അതായത് ഒന്നും ചെയ്യാതെ രാഷ്ട്രപതി ആ ബില്ല് അതേപോലെ കൈ വെച്ചിരിക്കുകയാണ്. ഇതാണ് പോക്കറ്റ് വീറ്റോ. വീറ്റോ അധികാരം ഒരുപാടുണ്ട്, അതിനകത്ത് ഒരു അധികാരമാണ് പോക്കറ്റ് വിറ്റോ. അപ്പം ഇതെന്തുകൊണ്ടാണ് പോക്കറ്റ് വിറ്റോ എന്ന് എടുത്ത് പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ഈ പറയുന്ന പോലെ തന്നെ ആ ബില്ല് രാഷ്ട്രപതി സൈൻ ചെയ്യുന്നുമില്ല, തിരിച്ചയക്കുന്നുമില്ല, ഒന്നും ചെയ്യുന്നില്ല, ചുമ്മാ കൈ വെച്ചേക്കാണ്, ചുമ്മാ ബില്ലെടുത്ത് പോക്കറ്റ് വെച്ചേക്കാണ്. അതാണ് പോക്കറ്റ് വിറ്റോ. അപ്പോൾ അതുകൊണ്ട് പോക്കറ്റ് വിറ്റോ ചോദിക്കാം. വീറ്റോ അധികാരങ്ങൾ, അതാണ് വീറ്റോ അധികാരങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് അറിയേണ്ട കാര്യം. പിന്നെ പഞ്ചായത്ത് രാജ് എന്ന് പറയുമ്പം പ്രധാനമായിട്ട് ചോദ്യം വരുന്നത് ഒന്നെങ്കിൽ 9 ചോദിക്കാം, അല്ലെങ്കിൽ 73ാം ഭേദഗതി ചോദിക്കാം, അല്ലെങ്കിൽ 11ാമത്തെ ഷെഡ്യൂൾ ചോദിക്കാം. മനസ്സിലായാലോ, നോക്കിയിട്ട് വേണം പോകാനായിട്ട്. പിന്നെ ഏറ്റവും അവസാനമായിട്ട് ചോദിക്കുന്ന ഒരു മേഖലയാണ് ഫൈനാൻസ് കമ്മീഷൻ അല്ലെ. ഫൈനാൻസ് കമ്മീഷനോട് ബന്ധപ്പെട്ട് 2 പ്രധാന കാര്യങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോണം. ഒന്ന്, ഏത് ആർട്ടിക്കിളാണ് ഫൈനാൻസ് കമ്മീഷനെ കുറിച്ച് പറയുന്നത്, 280 ഫൈനാൻസ് കമ്മീഷനെ കുറിച്ച് പറയുന്നത്. ഒരു ഭരണഘടനാ സ്ഥാപനമാണ്. ഇനി ആരാണ് രൂപീകരിക്കുന്നത്, രാഷ്ട്രപതി അല്ലെ. രാഷ്ട്രപതിയാണ് രൂപീകരിക്കുന്ന കാര്യം നോട്ട് ചെയ്ത് വെച്ചോണം. 5 വർഷം. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ഹോട്ട് ടോപ്പിക്സ് ആയിട്ട് അറിയേണ്ടത്. അപ്പം നിങ്ങൾ ലാസ്റ്റ് റൗണ്ടിൽ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഇപ്പം ഇതിൽ തന്നെ ഇപ്പം എല്ലാ ടോപ്പിക്സും അങ്ങനെ നോക്കണ്ട. ഞാൻ പറഞ്ഞല്ലോ, ഇത് തന്നെ ഓരോ കാര്യങ്ങൾ ഇപ്പം ഷെഡ്യൂളുകൾ പറഞ്ഞപ്പോൾ ഏത് ഷെഡ്യൂൾ പഠിക്കണം അങ്ങനെ എടുത്ത് പറഞ്ഞല്ലോ. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ സൈഡിൽ മാർക്ക് ചെയ്ത് വെച്ചിട്ട് പ്രിപ്പയർ ചെയ്യണം. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം,
ഒന്ന് പരിശോധിക്കണം. മുൻവർഷ ചോദ്യങ്ങൾ പരിശോധിച്ചിട്ട് നോക്കണം എങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻസ് വരുന്നത് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കണം അല്ലേ. അപ്പോൾ ഈ രീതിയിൽ വേണം പ്രിപ്പയർ ചെയ്യാനായിട്ട്. അത് നിങ്ങൾ എന്ത് ചെയ്യണം, ഉറപ്പായിട്ടും എൻഷുർ ചെയ്യണം. അപ്പോൾ AZB അക്കാഡമിയിൽ നമ്മൾ ഈ ഒരു പ്ലാനിൽ അപ്പോൾ നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ട ഈ രീതിയിലാണ്. കാര്യം എന്താ, ടോപ്പിക്ക് മനസ്സിലാക്കി ആ ടോപ്പിക്കിന്റെ ഇമ്പോർട്ടൻസ് എന്താണ് അതിനെ ബേസ് ചെയ്ത് നമ്മൾ മോക്ക് ടെസ്റ്റുകൾ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മാക്സിമം ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാം, മാക്സിമം ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യാം, മാക്സിമം മാർക്സ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്കോർ ചെയ്യാൻ പറ്റും അല്ലേ. അപ്പോൾ ഒരു 50 days ക്രാഷ് കോഴ്സ് അല്ലേ VFAയിൽ ലോഞ്ച് ആവുന്നുണ്ട് അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ഒരു നമ്പറിൽ അഡ്മിഷൻസിന് വേണ്ടി കോൺടാക്ട് ചെയ്യും. അപ്പോൾ ഇങ്ങനെയായിരിക്കും നമ്മൾ ഇത് പോകുന്നുണ്ടാവുക. കാര്യം ഓരോ സെഷൻസിലും നമുക്ക് പ്രോപ്പറായിട്ടൊരു ധാരണ ഉണ്ടാവും. കാര്യം നമുക്ക് സ്മാർട്ടായിട്ട് എങ്ങനെ പഠിക്കാം അത് നിങ്ങൾക്ക് ഇവിടുന്ന് കിട്ടുന്നുണ്ടാവും. കാര്യം എന്താ, ഓരോ ടോപ്പിക്കിന് ഇമ്പോർട്ടൻസ് എന്താണ്. ഇപ്പം നമ്മൾ ഇവിടെ ഭരണഘടനയുടെ കാര്യം മാത്രമേ പറഞ്ഞല്ലേ, ഓരോ ടോപ്പിക്കിനും ഇങ്ങനെയുണ്ട്. ഇപ്പോൾ എക്കണോമി പറയുകയാണെങ്കിൽ RBI അല്ലേ, അങ്ങനെ ഓരോ ടോപ്പിക്കിനും നമുക്ക് ഇമ്പോർട്ടൻസ് ഏരിയാസ് ഉണ്ടല്ലേ. അപ്പോൾ അത് ക്ലിയർ കട്ടായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്വസ്റ്റ്യൻസ് ക്രാക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. എല്ലാവരും നന്നായിട്ട് പ്രിപ്പറേഷൻസ് മുന്നോട്ട് കൊണ്ടുപോവുക. ഓക്കെ, നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. ഈ ഒരു രീതിയിലൂടെ ടോപ്പിക്ക് മനസ്സിലാക്കി എല്ലാവരും പ്രിപ്പയർ ചെയ്യാൻ ശ്രദ്ധിക്കുക. ഓക്കെ, താങ്ക് യു.